എല്ലാവർക്കും നമസ്കാരം. നൻപകൽ നേരത്ത് മയക്കുമെന്ന സിനിമ കണ്ടു. ഈ സിനിമയെക്കുറിച്ച് പറയുവാണെങ്കിൽ നമ്മൾ ഈ പകൽ സ്വപ്നങ്ങൾ കാണാറില്ലേ? അപ്പോൾ പകൽ സ്വപ്നങ്ങൾ കണ്ടു കഴിഞ്ഞാൽ ചിലർ പറയാറുണ്ട് അതൊക്കെ ഫലിക്കുമെന്ന്. ആ സ്വപ്നങ്ങളിൽ നിന്ന് ഇറങ്ങി കഴിയുമ്പോൾ നമുക്ക് ഇത് ഏത് ലോകം എന്നുള്ളൊരു ചിന്തയില്ലേ? അതുപോലെ തന്നെ നമ്മൾ ഈ ഒരു സിനിമയെ സമീപിക്കുകയാണെങ്കിൽ, സിനിമയിൽ നടക്കുന്നതൊക്കെ ഒരു സ്വപ്നമായിട്ടൊക്കെ കരുതുവാണെങ്കിൽ ഭയങ്കര രസമായിരിക്കും സിനിമ നൽകുന്ന ഒരു അനുഭവം എന്നൊക്കെ പറയുന്നത്. ഇതിൻ്റെ അകത്ത് മമ്മൂട്ടി നമ്മളെയും കൊണ്ടങ്ങ് പോവുകയാണ്. ഈ പ്രായത്തിൽ അങ്ങയുടെ കോൺഫിഡൻസ് കാണണം. ഓരോ സീനുകളൊക്കെ പുട്ടുപോലെയാണ് ചെയ്തേക്കുന്നത്. പല സീനുകളിലും നമ്മളെ വണ്ടറടിപ്പിക്കുന്ന അഭിനയമാണ്. ഫസ്റ്റ് ഹാഫ് ഒരു മണിക്കൂർ നമുക്ക് പിടിതരാട് അങ്ങേരിങ്ങനെ ഓടി നടക്കുകയാണ്. ചില സീനുകളിലേക്ക് അങ്ങേര് ചുമ്മാ നടക്കുന്നൊക്കെ ഉണ്ട്, പക്ഷെ നമുക്കതൊന്നും ലാഗൊന്നും അടിക്കുന്നില്ല. അത് സിനിമയുടെ കൂടെ അങ്ങ് പോവുകയാണ്. എല്ലാ കഥാപാത്രങ്ങളും, അശോകൻ്റെ കഥാപാത്രമാണെങ്കിലും ഭയങ്കര നൈസാണ്. അങ്ങേര് മമ്മൂട്ടിയുടെ കൂടെ അഭിനയിക്കുന്ന കാണുമ്പോൾ ഒരു മടിയും കൂടാണ്ട് ഓരോ സംഭവങ്ങളൊക്കെ പറയുമ്പോൾ ഫസ്റ്റ് ഹാഫ് ഒത്തിരി രസമാണ്. കുറേ ചിരിക്കാനുണ്ട്. അതുപോലെ തന്നെ മമ്മൂട്ടിയുടെ ട്രാൻസ്ഫോർമേഷനൊക്കെ ഭയങ്കര രസമാണ്. സെക്കൻഡ് ഹാഫിലോട്ട് വരുമ്പോഴും നമ്മുടെ ക്യാപ്റ്റൻ ഫിലിപ്സിനെ പോലുള്ളൊരു സാധനമൊക്കെ ഇതിനകത്ത് കിട്ടുന്നുണ്ട്. പിന്നെ ലിജോ ജോസ് തരുന്നൊരു മൂഡുണ്ട് ഈ ഒരു സിനിമയ്ക്ക്, അതും ഭയങ്കര രസമാണ്. ഈ നാടകവും സിനിമയുമായിട്ട് ബ്ലെൻഡ് ചെയ്യുന്നൊരു സീനുണ്ട്, അതിലെല്ലാവരും നിർത്താണ്ട് കൈയടിക്കുന്നുണ്ടായിരുന്നു. സീനൊക്കെ ഗംഭീരമായിട്ട് തന്നെ വന്നിട്ടുണ്ട്. പിന്നെ സിനിമ എല്ലാവർക്കും പറ്റുന്നൊരു സിനിമയൊന്നുമല്ല. വ്യത്യസ്തമായിട്ടുള്ള കഥകളൊക്കെ പരീക്ഷിക്കുന്നത് കാണാൻ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് ഒരു സിനിമയെ സമീപിക്കാം. പിന്നെ മമ്മൂട്ടിയുടെ അഭിനയം കാണാൻ ഉറപ്പായിട്ടും നിങ്ങൾക്ക് ഒരു സിനിമ കാണാം. ഇതൊരു ഭയങ്കര സ്ലോ പടമൊന്നുമല്ല, അത്യാവശ്യം സ്പീഡൊക്കെ ഉള്ളൊരു സിനിമ തന്നെയാണ്. ആൻഡ് ആ മൂഡ് ഭയങ്കര രസമാണ്. അത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ സിനിമ മൊത്തത്തിൽ നിങ്ങളങ്ങ് ചേർത്ത് നിർത്തും. അല്ലെങ്കിൽ നിങ്ങൾക്ക് അറിയത്തില്ല നിങ്ങളുടെ അനുഭവങ്ങൾ എങ്ങനെയാണ്. നിങ്ങൾ കണ്ടവരാണെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾ അതിനെക്കുറിച്ചുള്ള അനുഭവങ്ങളൊക്കെ കമൻറ്റായിട്ട് രേഖപ്പെടുത്താം.